ചർച്ചിൽ പോകുന്നത് വിഷാദരോഗ നിരക്ക് കുറയ്ക്കുമെന്നും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും പഠനം. വിറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മാസം ആദ്യം ദി റിലിജിയൻ ആൻഡ് മെന്റൽ ഹെൽത്ത് കണക്ഷൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ചർച്ചുകളിൽ പങ്കെടുക്കുന്നത് വിഷാദരോഗ നിരക്ക് കുറയ്ക്കുമെന്നും 10 മുതൽ 15% വരെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും പഠനത്തിൽ കണ്ടെത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഹാൻഡ് ബുക്ക് ഓഫ് റിലിജിയൻ ആൻഡ് ഹെൽത്തിൽ 2024 പട്ടികപ്പെടുത്തിയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിവരം. കൂടാതെ വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യ പ്രവണത, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, സമ്മർദ്ദം, വൈകാരികത, ക്ഷേമം എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ മാനസികാരോഗ്യ മേഖലകളെ ഇത് ഉൾക്കൊള്ളുന്നു. ഉയർന്ന നിലവാരമുള്ള 1000-ത്തിലധികം പഠനങ്ങൾ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 961 എണ്ണം മതപരമായ ഇടപെടലും മാനസികാരോഗ്യവും തമ്മിൽ പോസിറ്റീവ് ബന്ധങ്ങൾ കണ്ടെത്തിയപ്പോൾ 101 എണ്ണം നെഗറ്റീവ് ബന്ധങ്ങൾ കണ്ടെത്തി. ഏകദേശം 110,000 ആരോഗ്യ വിദഗ്ധരെ നിരീക്ഷിച്ച ഒരു പഠനം ആഴ്ചതോറുമുള്ള മതചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ 16 വർഷത്തെ കാലയളവിൽ ആത്മഹത്യാ സാധ്യത കുറവാണെന്നും 26 വർഷത്തിനുള്ളിൽ പുരുഷന്മാർ 48% കുറവാണെന്നും കണ്ടെത്തി. 242 ഉയർന്ന നിലവാരമുള്ള പഠനങ്ങളിൽ 74% പേരും കൂടുതൽ മതവിശ്വാസികളിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഹാൻഡ് ബുക്ക് ഓഫ് റിലിജിയൻ ആൻഡ് ഹെൽത്തിൽ 2024 പട്ടികപ്പെടുത്തിയ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിവരം. കൂടാതെ വിഷാദം, ഉത്കണ്ഠ, ആത്മഹത്യ പ്രവണത, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, സമ്മർദ്ദം, വൈകാരികത, ക്ഷേമം എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ മാനസികാരോഗ്യ മേഖലകളെ ഇത് ഉൾക്കൊള്ളുന്നു. ഉയർന്ന നിലവാരമുള്ള 1000-ത്തിലധികം പഠനങ്ങൾ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 961 എണ്ണം മതപരമായ ഇടപെടലും മാനസികാരോഗ്യവും തമ്മിൽ പോസിറ്റീവ് ബന്ധങ്ങൾ കണ്ടെത്തിയപ്പോൾ 101 എണ്ണം നെഗറ്റീവ് ബന്ധങ്ങൾ കണ്ടെത്തി. ഏകദേശം 110,000 ആരോഗ്യ വിദഗ്ധരെ നിരീക്ഷിച്ച ഒരു പഠനം ആഴ്ചതോറുമുള്ള മതചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ 16 വർഷത്തെ കാലയളവിൽ ആത്മഹത്യാ സാധ്യത കുറവാണെന്നും 26 വർഷത്തിനുള്ളിൽ പുരുഷന്മാർ 48% കുറവാണെന്നും കണ്ടെത്തി. 242 ഉയർന്ന നിലവാരമുള്ള പഠനങ്ങളിൽ 74% പേരും കൂടുതൽ മതവിശ്വാസികളിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്കണ്ഠയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ 69% പേരും കൂടുതൽ മതവിശ്വാസികളിൽ താഴ്ന്ന നില കണ്ടെത്തി.